ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാവുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഉള്ളിയും തൈരും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഉള്ളിത്തൈര് കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. നാലായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഞാനിവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാകും. കുറഞ്ഞത് 1 ടേബിൾ സ്പൂൺ അളവിലെങ്കിലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേ എണ്ണ കിടന്നൊന്ന് വാടി വരണം. പച്ചമുളക് ഒന്ന് വാടി വരുമ്പോൾ പച്ചമുളകിൻ്റെ എരിയൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. പച്ചമുളക് വാടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തീ ഒന്നും ഒരുപാട് കൂടി പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഉള്ളി പകുതി വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. 2-3 മിനിറ്റ് സമയം കൊണ്ട് ഉള്ളി വഴന്ന് കിട്ടും. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അതിനുശേഷം നമുക്കിതിൽ ചേർക്കാനുള്ള തൈര് ഒന്ന് അളന്നെടുക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് ഞാനിതിൽ ചേർക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുന്നതാണ് നല്ലത്. 2 കപ്പ് തൈരാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 1/2 ലിറ്റർ അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ തൈര് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തീ ഒട്ടും പാടില്ല. ഞാൻ നേരത്തെ സ്റ്റവ് ഓഫ് ചെയ്തതാണ്. ഇനി ഞാൻ ഈ തൈരങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ട് താളിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ആ ജീരകം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഉണക്കമുളക് മുറിച്ചതും ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും മുളകും ഒക്കെ പകുതി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കൂടി പോകരുത്. ചെറിയ തീയിലിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ചുവന്ന കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഉള്ളിത്തൈരിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിത്തൈരിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഉള്ളിത്തൈര് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളിയും തൈരും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാകും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കുകയും വേണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.